നിങ്ങളോട് ഇത്രയും നേരം സംവദിച്ച എഴുത്തുകാരി കൂടിയായ ഷഹനാസ്, സൈദലവി മാസ്റ്റർ, KC അസ്ലു, സ്ഥാനാർത്ഥികളായ നമ്മുടെ പ്രിയങ്കരനായ KP നാസർ, 15-ാം വാർഡിലെ ഉസ്മാൻ ഷെരീഫ്, സഹോദരന്മാരെ, രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ 16-15 ഡിവിഷനിലെ വോട്ടർമാരാണ് നിങ്ങൾ. നിങ്ങൾക്കൊക്കെ ഒരു വോട്ടേ ഉള്ളൂ. എന്നാൽ എൻ്റെ നാട്ടിലൊക്കെ ഓരോരുത്തർക്കും 3 വോട്ടാണ്. ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും 3 പേരെ വീതം തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞങ്ങളെ നാട്ടിലൊക്കെ കൺവെൻഷൻ നടക്കും. അതിനിടയിൽ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. കാരണം നമുക്കറിയാം, KP നാസറുമായുള്ള എൻ്റെ വ്യക്തിബന്ധം, അവരുടെ കുടുംബവുമായുള്ള എൻ്റെ ബന്ധം, ദീർഘകാലം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടിയും UDF വേണ്ടിയും കഠിനമായി പ്രവർത്തിക്കുന്ന നാസർ മാത്രമല്ല, നാസറിൻ്റെ സഹോദരങ്ങളും കുടുംബവും ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധിയാകാൻ മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം അർഹതയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഉസ്മാൻ ഷെരീഫ്, അവർ അനായാസേന ഇവിടെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ വിജയം ഒരു തിളക്കമുള്ളതാക്കാനാണ്, അതിൻ്റെ ഒരു ആവേശവും കരിമയും ഒക്കെ കിട്ടാനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളോട് വന്ന് ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ച് പോകണം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പഞ്ചായത്തിലെ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ കൊണ്ട് നിൽക്കാൻ വയ്യ. നമുക്കറിയല്ലോ, എല്ലാത്തിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. വൈകുന്നേരം ഓഫീസ് ഉദ്ഘാടനമുണ്ട്. ഷഹനാസ് വളരെ ഭംഗിയായി നമ്മളെ കേരള രാഷ്ട്രീയം, ഇവരെ പ്രസംഗം ഞാൻ ഷാർജ ബുക്ക് ഫെയറിന് കഴിഞ്ഞ തവണ നേരിൽ കേട്ടു. ഞങ്ങളെ പുത്തൂർ റഹ്മാൻ സാഹിബിൻ്റെ ഒരു കൊച്ചു പുസ്തകത്തിൻ്റെ ലോഞ്ചിങ്ങിന് ഞാനും സമദാനിയുമായിരുന്നു പോയത്. അപ്പം അവർ സജീവമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും അവർ പ്രസംഗിച്ചതായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. കടുത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സ്വാധീനിക്കുന്നത് ഒരു ഡിവിഷണൽ കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നിത്യം ബന്ധപ്പെടുന്ന മേഖല ഏതൊക്കെയാണ്? ഒന്ന് റേഷൻ ഷാപ്പ്, അല്ലേ, പഞ്ചായത്തോ, ഇങ്ങനെ എപ്പോഴും നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്നാണ് ഈ ഡിവിഷണൽ കൗൺസിൽ. ആ ആൾ കൊള്ളാവോ? ഇത് മാത്രമാണ് ആദ്യത്തെ ചോയ്സ്. പിണറായി വിജയനും നരേന്ദ്രമോദിക്കും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആരാണ്? നമ്മൾ വിളിച്ചാൽ ഓടി വരുന്നത് ആരാണ്? നമ്മളെ മനസ്സിലാക്കിയവരാരാണ്? ഒരു വ്യക്തിഗത തെരഞ്ഞെടുപ്പാണ് ആദ്യം നമ്മളെ മനസ്സിലുണ്ടാകുക. രണ്ടാമത്തതാണ്, അയാൾ നല്ല ആളൊക്കെ തന്നെയാണ്, പക്ഷെ അയാൾ നമ്മളെ പാർട്ടിയല്ലല്ലോ. അയാളെ നിയന്ത്രിക്കുന്ന അപ്പുറത്ത് CPM എന്ന പാർട്ടിയല്ലേ. രണ്ടാമത് അങ്ങനെയാണ് അടുത്ത ചിന്തകര്. അപ്പം മൂന്നാമത്തതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ CPM കൊടും ക്രൂരമായ ഭരണം, ഒരു മുസ്ലിം വിരുദ്ധ ഭരണം എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം സമുദായം നാളിതുവരെ അനുഭവിച്ച സർവ്വ ആനുകൂല്യങ്ങളും എടുത്തു കളയാൻ മുന്നോട്ട് വന്നൊരു ഗവൺമെൻറ്, ഒരുപക്ഷെ BJPക്കാർ പോലും ചെയ്യാത്ത വിധം. സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ പദ്ധതിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സച്ചാർ കമ്മീഷൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ മുമ്പിൽ വെച്ച, വർഷങ്ങളായി മുന്നോട്ട് വെച്ച ഏറ്റവും ഗൗരവം നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തി അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരണം. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് നമ്മുടെ ആവശ്യമാണ്.
ആ ആവശ്യമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്ത് നടപ്പാക്കി. അതുപ്രകാരം സച്ചാർ കമ്മീഷൻ നിയമിക്കുകയും ആ സച്ചാർ കമ്മീഷന്റെ ആ ശുപാർശകളെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലെ, വടക്കേന്ത്യയിലെ, ആസാമിലെ ഒക്കെ മുസ്ലിങ്ങളെ കുറിച്ച്. ഒരു ടാറിട്ട റോഡ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് ഒരു മുസ്ലിം ഗ്രാമം തുടങ്ങുകയായി. ഒരു വൈദ്യുതി ലൈൻ എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അവിടെ തൊട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം, ഒരു മുസ്ലിം ഗ്രാമം വരാൻ തുടങ്ങി. ഒരു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ്, ആ പൈപ്പ് കണ്ടാൽ അവിടുന്ന് അങ്ങോട്ട് പൈപ്പുകളില്ലെങ്കിൽ അതൊരു മുസ്ലിം ഗ്രാമമാണ്. ആദിവാസികളെക്കാളും കഷ്ടതയാർന്ന ജീവിതം. സ്വന്തമായ ഐഡന്റിറ്റി പോലില്ല, വോട്ടവകാശമില്ല, ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, നാട്ടിലെ ഒരു ആനുകൂല്യത്തിനും അർഹരല്ല. എവിടെയോ പോയി എന്തോ ഉണ്ടാക്കി എന്തോ തിന്ന് ജീവിക്കുന്നവർ കിടക്കുന്നത് എരുമകളുടെയും എലികളുടെയും ഒക്കെ ഇടയിലാണ്. അത് ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചവനെ ഞാൻ. നമ്മൾക്ക് ഈ ടെലിവിഷൻ ഡിബേറ്റുകൾക്ക് പോകുന്നതുകൊണ്ട് ഇതൊക്കെ കുറേ ആഴത്തിൽ പഠിക്കും, കാരണം ഇതിലൊക്കെ ചർച്ച വരും. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ആയിരക്കണക്കിന് കോടി റുപ്യ ചെലവാക്കി ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മൃഗങ്ങൾക്ക് തുല്യമായി ജീവിതം നയിക്കുന്ന മുസ്ലിം സമുദായത്തിലെ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വർഗങ്ങളെ കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ബജറ്റിൽ അതിന് തുക വെച്ചു. കേൾക്കണം നിങ്ങൾ, കേന്ദ്ര ബജറ്റിൽ അതിന് തുക വെച്ചു. എന്നിട്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും ജനസംഖ്യാനുപാതികമായി അതിന് വിഹിതം കേന്ദ്ര സർക്കാർ അയച്ചു കൊടുത്തു. അന്നേരം ആരാണ്? 2006 ഇത് അയച്ചു കൊടുക്കുന്നത്. 2006 കേരളം ഭരിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യയിൽ അന്ന് 30 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ 7ഓ 8ഓ സംസ്ഥാനം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ്, RSS ആണ്. പക്ഷെ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളിലെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഈ രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ച ഒരു ഫണ്ടായതുകൊണ്ട് BJP ഭരിക്കുന്ന സ്റ്റേറ്റ് അടക്കം അത് ആ സ്റ്റേറ്റിലെ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായി. ഇന്ത്യയിൽ ഒരേ ഒരു സ്റ്റേറ്റ്, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളം മാത്രം എന്ത് തീരുമാനിച്ചു? ആ സഹായം കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, പട്ടികജാതി വിഭാഗക്കാർക്ക് കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം വരും. അത് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ ആരെയും കമ്മിറ്റി വെക്കരുത്. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, മുന്നോക്ക വിഭാഗത്തിൽ ജനിച്ചത് അവരെ കുറ്റമല്ലല്ലോ, മുന്നോക്കമായിപ്പോയി എന്ന കാരണത്താൽ പല ആനുകൂല്യങ്ങളും കിട്ടാതെ പോയൊരു വർഗ്ഗം. അവർക്ക് ഇനി അർഹത ഉണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. എന്നിരുന്നാലും മുന്നോക്ക വർഗത്തിന് വേണ്ടി ഒരു ഫണ്ട് ഇവിടെ വന്നാൽ അത് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ ആരെ കമ്മിറ്റി വെക്കും. ലത്തീൻ കത്തോലിക്ക സമൂഹം, ക്രിസ്ത്യാനികളിലെ മുക്കുവന്മാരടങ്ങുന്ന സമൂഹമാണ്. അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം വരാറുണ്ട്. അത് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ വേറെ കമ്മിറ്റി വെക്കുന്നുണ്ട് ഇല്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന മനുഷ്യൻ മുസ്ലിങ്ങളിലെ ഈ പറഞ്ഞ കഷ്ടപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നത്. എല്ലാ സ്റ്റേറ്റും ആ സ്റ്റേറ്റിലെ കഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊടുത്തു. എന്നാൽ നമ്മുടെ സ്റ്റേറ്റിൽ ഇത് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ ഒരു കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് പാലൊളി കമ്മിറ്റി. കേൾക്കണം, ഈ കമ്മിറ്റി എന്താ പഠിക്കേണ്ടത്? മുസ്ലിങ്ങളിലെ ഈ അതിപിന്നോക്കാവസ്ഥയിൽ ഏറ്റവും ദരിദ്രം പിടിച്ച മുസ്ലിങ്ങളിലെ വിഭാഗത്തെ കണ്ടെത്തണം. അപ്പം മഹല്ലുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ട് വേണം ഇതിന് അർഹരെ കണ്ടെത്താൻ.
ആ അർഹരെ കണ്ടെത്താൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി വേണം കമ്മിറ്റി ഉണ്ടാക്കാൻ, അല്ലേ? എന്നാൽ ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഘടന ഏതാ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത, അല്ലേ? അതാണ് 90% മുസ്ലിങ്ങൾ. ബാക്കി ഒരു 10% ചിലപ്പോൾ അതിൻ്റെ കണക്കൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു കണക്ക് ജനസംഖ്യൻ്റെ കണക്ക് എന്നെ ഇവിടെ എത്തിയില്ല. പിന്നല്ലേ മുജാഹിദും സുന്നി എത്ര ഉണ്ടെന്നുള്ള എണ്ണ. ഭൂരിപക്ഷം സുന്നിയാണ്. അതിൽ തന്നെ ആരാണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ബഹുമാനപ്പെട്ട ജിഫ്രി മുസ്തു കോയ തങ്ങൾ പ്രസിഡന്റും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത. ആ സമസ്തൻ്റെ കീഴിലാണ് കേരളത്തിലെ ആയിരക്കണക്കിന് മഹല്ലുകൾ. ആ സമസ്തയിൽ ഒരു പ്രതിനിധി എടുത്തില്ല. പകരെടുത്താരാണ്? ജമാഅത്തെ ഇസ്ലാമി. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ട് നമ്മളിപ്പോൾ ജമാഅത്തായിട്ട് കൂട്ടുകൂടി എന്നാണ് പറഞ്ഞെടുക്കണം. മനസ്സിലാക്കണം. ചിന്തിക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, PDP, പലജാതി INL, STP, ഈ സാധനങ്ങൾ വെച്ചാൽ കമ്മിറ്റി ഉണ്ടാക്കിയേ. മുസ്ലിം ലീഗിന് പിന്നെ എടുക്കണ്ട, അത് നിങ്ങൾ എടുക്കൂല. ഇങ്ങോട്ട് ഇവരൊക്കെ പാട് കമ്മിറ്റി ഉണ്ടാക്കി. ഇവർക്ക് വല്ല മുസ്ലിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞോ? സമസ്ത ഇപ്പം നമ്മളതാ തോട്ടുങ്ങൾ ജുമാസ്, അല്ലേ? ഇവിടുത്തെ എത്ര മുസ്ലിങ്ങളവിടെ ജീവിക്കുന്നുണ്ട്, അതിൽ എത്ര പേർക്ക് സക്കാത്തിന് അർഹതയുണ്ട് എന്നതിന് കണക്ക് അവിടെ ഉണ്ട്, അല്ലേ? സക്കാത്ത് കൊടുക്കേണ്ട മുസ്ലിങ്ങൾ ഏതാണ്, അതിനൊക്കെ കണക്കവിടെ ഉണ്ട്. വളരെ എളുപ്പം കണ്ടെത്താൻ. PDPക്കാരനും ജമാഅത്തുകാരനും വന്ന് ചോദിച്ചാൽ കണക്ക് കൊടുക്കുക, ആലോചിക്കുക, കിട്ടുമോ? നിങ്ങൾ ആലോചിക്കണം. ഇപ്പം എന്തിനാണ് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തി ഇതിന് അർഹരായ പട്ടിണിക്കാരായ മുസ്ലിങ്ങളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വരിക? പറഞ്ഞ പോലെ സംഭവിച്ചു. ഇവർക്ക് കണ്ടെത്താൻ കഴിയില്ല. ഫണ്ട് മാർച്ച് 31-നകം വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ അത് കേന്ദ്രത്തിലേക്ക് തിരിച്ചു പോകും, ലാപ്സ് ആവും. ആദ്യ വർഷം തന്നെ വന്ന ഫണ്ട് ലാപ്സായിപ്പോകും. സച്ചാർ കമ്മീഷന്റെ ആനുകൂല്യം പൂർണ്ണമായും നിഷേധിച്ച ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 2011 അച്യുതാനന്ദൻ ഗവൺമെൻറ് ഇറങ്ങിപ്പോവാൻ നേരത്തെ ഒരു ഉത്തരവിട്ടു. എന്താ ഉത്തരവ് അറിയോ? സച്ചാർ കമ്മീഷന്റെ ആനുകൂല്യം, ആ ആനുകൂല്യത്തിൽ 20% ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്കും പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും നീക്കിവെക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. കേൾക്കണം, ഇത് ആർക്ക് വേണ്ടി വന്ന ഫണ്ടാണ്? മുസ്ലിം സമുദായത്തിലെ അതിദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ ആ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കണം, അവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊരു ഫണ്ടാണ്. ഇപ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി വരുന്ന ഫണ്ട് അതിനടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് ഒരു സർക്കാർ തീരുമാനിക്കാൻ പാടുണ്ടോ? അത് അവർക്കുള്ളതാണ്. തീയന്മാർക്കുള്ള, ഈഴവന്മാർക്കുള്ള, അങ്ങനെ ഓരോ വിഭാഗങ്ങളെയും അവശത മാറ്റാൻ സർക്കാർ നീക്കി വെക്കുന്ന ഫണ്ട് അതാത് സമൂഹങ്ങൾക്ക് കൊടുക്കണം. ഇവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല, എന്തും കൂടി എഴുതി വെച്ചു പോകാൻ നേരത്ത് ഇതിൽ 20% എടുത്ത് ആർക്ക് കൊടുക്കണം? ക്രിസ്ത്യൻ വിഭാഗത്തിലെ ലത്തീൻ കത്തോലിക്കരും പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണമെന്ന ഒരു GO ഗവൺമെൻറ് ഓർഡർ ഉണ്ടാക്കിയിട്ടാണ് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയത്. ശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പം ഈ ഉത്തരവ് ഗസറ്റായി ഇറങ്ങിയ ആദ്യത്തെ ഗസറ്റ് പേപ്പർ ഉമ്മൻചാണ്ടിയുടെ മേശപ്പുറത്തെത്തി. നോക്കുമ്പോൾ സച്ചാർ കമ്മീഷൻ്റെ ആനുകൂല്യത്തിൽ നിന്ന് 20% ഇന്ന സമൂഹത്തിൽ നീക്കി വെക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന ഗസറ്റ് വിജ്ഞാപന കോപ്പിയാണ് ഉമ്മൻചാണ്ടി കണ്ടത്. ഉടനെ ഉമ്മൻചാണ്ടി PK കുഞ്ഞാലിക്കുട്ടി വിളിച്ചു. മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിക്ക് താങ്കളൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരണം. ഞാൻ ഒന്ന് ഇതാണ്ട് എടുത്തു, കണ്ടോ, ഇതെന്തായിരിക്കും ഈ കേരളത്തിൽ ഉണ്ടാക്കുക? മുസ്ലിം സമുദായത്തിന് കൊടുത്തയച്ച ഒരു ആനുകൂല്യത്തിൽ നിന്ന് കുറച്ചെടുത്തൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കണം തീരുമാനിച്ചാൽ ഈ വിവരം ഗസറ്റിലൂടെ പുറത്തു വന്നാൽ മുസ്ലിം സംഘടനകൾ മുഴുവൻ തെരുവിലിറങ്ങും. സ്വാഭാവികമല്ലേ?
മുസ്ലിങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ കാര്യം പറയേണ്ടതുമില്ല. അങ്ങനെ ഇറങ്ങി എന്ത് സംഭവിക്കും? അതൊരു ക്രിസ്ത്യൻ മുസ്ലിം ഫൈറ്റിലേക്ക് പോകും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും? അവർക്കൊരു സർക്കാർ അനുവദിച്ച ആനുകൂല്യമാണ് 20%. അത് UDF സർക്കാർ എടുത്തു കളയുന്നു എന്ന് പറഞ്ഞാൽ, അത് മുസ്ലിം ലീഗ് അടങ്ങുന്ന ഒരു സർക്കാരാണ് എടുത്തു കളയുന്നതെന്നാൽ ഞങ്ങൾക്ക് തന്ന ആനുകൂല്യം മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്താൽ എന്താക്കാൻ പോകുന്നു, നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് വമ്പിച്ചൊരു ക്രിസ്ത്യൻ മുസ്ലിം കലാപത്തിനുള്ള ഒരു വലിയൊരു വിത്തിട്ടിട്ടാണ് അച്യുതാനന്ദൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പോയത്. അവരിട്ട വിത്ത് പതുക്കെ പതുക്കെ വളർന്നു. ഇന്ന് നിങ്ങൾക്കറിയോ, പള്ളിയിലൊക്കെ പ്രസംഗിക്കുക, ചർച്ചുകളിൽ മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ പോകാൻ പാടില്ല, മുസ്ലിം ബേക്കറികളിൽ നിന്ന് കേക്ക് വാങ്ങാൻ പാടില്ല, മുസ്ലിം കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ പാടില്ല. ഇതാരോ എന്ന് പറഞ്ഞിരുന്ന 5 കന്യാസ്ത്രീകളാണ്. 5 കന്യാസ്ത്രീകൾ ഞായറാഴ്ചയിലെ എന്താണ് കുർബാനയിലെ പ്രസവം കേട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ വിത്തിട്ടുന്നത് ഇവിടുന്ന് അന്നാ. ഉടനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാണി സാറിനെ വിളിച്ചു. മാണി സാർ ഇത് കണ്ടു. എന്ത് ചെയ്യും? ഇതൊരു വലിയൊരു തെറ്റാണ് അവർ ചെയ്തത്. പക്ഷെ ആ തെറ്റ് തിരുത്താൻ വന്നാൽ അതിലും വലിയ അപകടമാണ്. ഇത് തിരുത്താനും വയ്യ, ഇത് ഉൾക്കൊള്ളാനും വയ്യ. നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്നുള്ളത് കണ്ടെത്തണം എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും മാണിയെയും മുന്നേൽപ്പിച്ചു. 2 പരിണിതപ്രജ്ഞരായ വലിയ കേരളത്തിൻ്റെ നേതാക്കളായതുകൊണ്ട് അവർ കെ എം മാണി പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബേ, ഇതിലൊരു മാറ്റം വരുത്തണ്ട, ഇത് നടപ്പാകട്ടെ. ഇവിടെ നിങ്ങൾക്ക് നഷ്ടമായ 20% ഉണ്ടല്ലോ, അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് തരാം. നിങ്ങൾ അതിനു വേണ്ടി ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് നിങ്ങൾ തയ്യാറാക്കൂ. ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഞാൻ അതിന് ഫണ്ട് അനുവദിക്കാം. ഇത് പുറത്ത് വിഷയാക്കണ്ട. ഇതിൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം വാഗ്വാദം നടന്നാൽ അത് നമ്മുടെ നാട്ടിലെ മതേതര പ്രതലത്തിനുണ്ടാക്കുന്ന പരിക്കിൻ്റെ ഗൗരവം കണ്ട് അതുപ്രകാരം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓരോ മുസ്ലിം സംഘടനാ പ്രതിനിധിയെയും തൻ്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ദയവ് ചെയ്ത് ഈ ഗസറ്റ് വിജ്ഞാപനം കണ്ട് ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഇത്ര ശതമാനം നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങരുത്. അത് വലിയ 2 സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറും. സംഘപരിവാർ അത് മുതലെടുക്കും. മറിച്ച് മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട നിഷേധിക്കപ്പെട്ടത് എന്താണോ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സംഘടനക്കാരെയും വിളിച്ചു വരുത്തി പറഞ്ഞ് അവരെ അടക്കി നിർത്തി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിശദീകരിച്ചു. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള മുസ്ലിം സമുദായത്തിന് വേണ്ട ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ഡോക്ടർ മുനീർ സാഹിബ്, അഡ്വക്കേറ്റ് KN ഖാദർ, ഞങ്ങളൊക്കെ അടങ്ങുന്ന ഒരു 6 അംഗ സമിതിക്ക് രൂപം കൊടുത്തു. ആ 6 അംഗ സമിതി ഞങ്ങളിരുന്നു. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? കാലഘട്ടം ഏതാ? 2013, 2012 കാലം. ആ കാലത്തൊരു പ്രത്യേകത എന്താ? പണമുള്ള വീട്ടിലെ കുട്ടികൾ വലിയ എൻട്രൻസ് പരീക്ഷകളെ അതിജീവിക്കാൻ വേണ്ടി കോച്ചിങ് സെൻ്ററിലേക്ക് പോകുന്ന കാലഘട്ടം. പാലായിലേക്ക് പോകും, തൃശ്ശൂരിലെ ജോസഫ് മാഷ് അങ്ങോട്ട് പോകുന്നു അല്ലേ? ഒരുമിച്ച് സ്കൂളിൽ പോയ കുട്ടികളാണ്. പൈസ ഉള്ള ആളെ കുട്ടി നേരെ പാലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകുന്നു. പാവപ്പെട്ട മീൻ കച്ചവടക്കാരൻ്റെ മോളായതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഒരു സ്നേഹിത പോകുന്നത് മറ്റേ സ്നേഹിത നോക്കിയിരിക്കുക, പണമില്ല എന്ന കാലത്ത്. അത് മനസ്സിലാക്കി ഞങ്ങളെ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് എന്താ പറയുക? ഈ പാവപ്പെട്ട BPL റേഞ്ചിൽ നിൽക്കുന്ന പൈസ ഉള്ളവനൊന്നും ഈ ആനുകൂല്യമില്ല. BPL റേഞ്ചിൽ നിൽക്കുന്ന ആളുകളുടെ മക്കൾക്ക് വലിയ എൻട്രൻസ് പരീക്ഷകളെ അതിജീവിക്കാൻ വേണ്ടി ഈ പാലായിലും തൃശ്ശൂരൊക്കെ ഉള്ളതുപോലെ വലിയ കോച്ചിങ് സെൻ്ററുകൾ, ഏറ്റവും നല്ല അക്കാഡമിഷ്യന്മാർ നയിക്കുന്ന പ്രൊഫഷണൽ കോച്ചിങ് സെൻ്ററുകൾ ഉണ്ടാക്കണം. അവിടെ പരിപൂർണ സൗജന്യത്തോടു കൂടി ഈ BPL റേഞ്ചിലുള്ള മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ കൊടുത്തു. മഞ്ഞളാംകുഴി
മന്ത്രാലയത്തിലൂടെ കൊടുത്തു. KM മാണി സാറ് അത് ഗ്രാൻഡ് ചെയ്തു. അങ്ങനെ കേരളത്തിൽ 18 കോച്ചിങ് സെൻ്ററുകൾ, കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. 2013 തന്നെ ആരംഭിച്ചു. എന്ത് സംഭവിച്ചു? റിസൾട്ടാണ് മാറി. വലിയ അണ്ടർ സ്റ്റഡീസിൻ്റെ റിസൾട്ട് വരുമ്പോൾ പാവപ്പെട്ട കൈവണ്ടി വലിക്കുന്നവൻ്റെയും കൂലിപ്പണിക്ക് പോവുകയും ചെയ്യുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള മുസ്ലിമിൻ്റെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, വലിയ റാങ്കോടുകൂടി വലിയ പരീക്ഷകളാണ് പാസ്സായി. എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞത്, മലപ്പുറം ജില്ലയിലൊക്കെ റിസൾട്ട് കൂടിയപ്പോൾ മലപ്പുറത്തെ ഈ വിജയം കോപ്പി അടിച്ചിട്ടാണ്. മനസ്സിലാക്കണം. 4 വർഷം കൊണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ വലിയ ഹയർ സ്റ്റഡീസ്, വലിയ മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് തുടങ്ങി പലതിലും നിന്നായി മിന്നുന്ന വിജയം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഭരണം 2016 അവസാനിച്ചു. പിന്നെ വരുന്നതാരാണ്? പിണറായി വിജയൻ. അന്ന് വന്നതാണ്, ഇപ്പോഴും പോയിട്ടില്ല. 9.5 കൊല്ലമായി നമ്മുടെ തിരക്കുന്നു. ആദ്യം ചെയ്ത പണി എന്താ പറയുക? ആദ്യം ചെയ്ത പണി KT ജലീൽ എന്ന മുസ്ലിം സമുദായത്തിലെ തന്നെ ഒരാളെ ഉപയോഗിച്ച് 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തെ മാറ്റം, കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത്സ് എന്ന പേരിൽ ശീർഷകത്തിൽ പ്രവർത്തിക്കുന്ന 18 കോച്ചിങ് സെൻ്ററുകളുണ്ട്. അതിൽ മുസ്ലിം യൂത്ത്സ് എന്ന ഭാഗത്തിൽ മുസ്ലിം ആണ് വെട്ടി, എന്നിട്ട് മൈനോറിറ്റി എന്ന് എഴുതി ചേർത്തു. ശ്രദ്ധിക്കണം, മുസ്ലിം എന്നതാണ് വെട്ടി, മൈനോറിറ്റീസ് എന്ന് എഴുതി ചേർത്തു. നല്ല പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് ഈ കോച്ചിങ് സെൻ്ററിൽ നിന്ന് വലിയ പ്രമോഷനുണ്ട്. അത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ പേരിലും KM സിരി സാഹിബിൻ്റെ പേരിലും ഫെല്ലോഷിപ്പുകളുണ്ട്. ഈ ഫെല്ലോഷിപ്പ് ഉപയോഗിച്ച് വിദേശങ്ങളിൽ പോയി കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം. ഏത് കുട്ടികൾക്കാണ്? പറ്റ താഴെത്തട്ടുള്ള കുട്ടികളെ കാര്യം പറഞ്ഞു. അപ്പം ആസാദ്, മൗലാന അബുൽ കലാം ആസാദിൻ്റെയും സിരി സാഹിബിൻ്റെ പേരിൽ ഫെല്ലോഷിപ്പ് ഉള്ളതുപോലെ ഈ KT ജലീൽ എന്ത് എഴുതി വെച്ചു? നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി എന്ന കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, മുണ്ടശ്ശേരി മാഷ്. അദ്ദേഹത്തിൻ്റെ പേരിലും സിസ്റ്റർ എന്തായിരുന്നു കൽക്കട്ടയിലെ മദർ തെരേസയുടെ പേരിലും അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലും ഫെല്ലോഷിപ്പ് പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങൾ ചോദിക്കും, അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? മുസ്ലിം ഉള്ളത് ആ സ്ഥാനം വെട്ടി മൈനോറിറ്റി എന്നാക്കിയാൽ എന്താ കുഴപ്പം? ഫെല്ലോഷിപ്പ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ പേരിലും സിരി സാഹിബിൻ്റെ പേരിലുള്ളതിൻ്റെ കൂടെ ഒരു ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലും മദർ തെരേസയുടെ പേരിലും വന്നാൽ എന്താ കുഴപ്പം? കാര്യങ്ങൾക്ക് ചിന്തിക്കുക. കുഴപ്പം തന്നെയാണ്. ഈ 2 മാറ്റങ്ങൾ വരുത്തി ഉടനെ തന്നെ ഒരു ക്രിസ്ത്യൻ സംഘടന കോടതിയിൽ പോയിട്ട് എന്ന് പറഞ്ഞു, കോച്ചിങ് സെൻറ്റർ ഫോർ മൈനോറിറ്റീസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. പക്ഷേ ആ സ്ഥാപനത്തിലെ 80% ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു. ഇതാണ് കോടതിയിൽ പോയി കൊടുത്തത്. സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്ഥാപനമാണ് അത് നമ്മൾ പഠിക്കേണ്ടത്. അതിന് 20% അച്യുതാനന്ദ ഗവൺമെൻറ് അടിച്ച് മാറ്റി ക്രിസ്ത്യാനിക്ക് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു 80% മുസ്ലിമിന് കിട്ടുന്നുള്ളൂ. ആ 80% മുസ്ലിം അനുഭവിക്കുന്നത് എന്തല്ല, ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു ക്രിസ്ത്യൻ സംഘടന കേസിന് പോയി. അപ്പോൾ സർക്കാർ കോടതിയിൽ എന്ത് പറയണം? ഇത് സച്ചാർ ആനുകൂല്യമാണ്, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ബജറ്റിൽ നീക്കിവെച്ചതാണ്, അതിന് മേലെ വേറെ സമുദായത്തിന് അർഹതയില്ല എന്നാണ് സർക്കാർ പറയേണ്ടത്. അത് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞാൽ കോടതി ചോദിക്കും, അങ്ങനെയാണ് ഇതിൽ 20% എന്തിനാണ് ക്രിസ്ത്യാനിക്ക് കൊടുത്തതെന്ന് കോടതി ചോദിക്കും. അവർക്ക് കോശി കമ്മീഷൻ പ്രകാരം ക്രിസ്ത്യാനികൾക്കുള്ള ആനുകൂല്യം വരാൻ പോകുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തയച്ചത് അതിൽ നിർത്ത് എന്തിന് ക്രിസ്ത്യാനിക്ക് കൊടുത്തു എന്ന് ചോദിക്കും. എന്ത് മറുപടി പറയാണ്ടാവും? അത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ അകറ്റിക്കാനാണെന്നും അങ്ങനെ അവരകന്നാലേ UDF തകരുള്ളൂ എന്നും
രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പേരിലാണ് സാമുദായിക കലാപമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്താണെന്ന് അവർക്ക് സമ്മതിക്കാൻ കഴിയുമോ? സമ്മതിക്കില്ല. അവരെന്ത് ചെയ്തു? കോടതിയിൽ നിഷ്ക്രിയനായി സർക്കാർ വക്കീൽ. കോടതി ചോദിച്ച ചോദ്യത്തോട് മറുപടി പറഞ്ഞില്ല. സ്വാഭാവികമായും ദിസ് ഈസ് എ ഡിസ്ക്രിമിനേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിഗമനത്തിൽ ഭരണഘടന പ്രകാരമുള്ള വിവേചനത്വമായി കോടതി അതിനെ കണ്ടു. കോടതി ഈ കോച്ചിങ് സെൻ്റർ അടക്കം ഈ സച്ചാർ ആനുകൂല്യങ്ങൾ വിവേചനപരമായി കൈകാര്യം ചെയ്തു എന്ന പേരിൽ അത് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. നിർത്തിവെച്ചു. എന്നാൽ നിർത്തിവെച്ചാൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണ്ടേ സർക്കാർ? മുസ്ലിങ്ങൾക്കുള്ള ഏക ഒരു ആനുകൂല്യമാണ്. അപ്പീലിലും പോയില്ല. ഫലത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് എത്തേണ്ട കോൺഗ്രസ് സർക്കാർ തന്ന ആനുകൂല്യം നിഷേധിക്കപ്പെട്ട ഇന്ത്യയിലെ ആകെയുള്ള ഏക സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം. ഞാൻ ഈ പറഞ്ഞ കാര്യം സ്വയം മനസ്സിലാകാൻ വേണ്ടി മാത്രമല്ല, ഇതൊക്കെ സംവാദമാക്കണം. നിങ്ങൾക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും പലതും ഉണ്ട് അല്ലേ? ഇത് ചർച്ച ചെയ്യണം. മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നും വെറുതെ ചുമ്മാ ഒന്നും വിളിച്ചു പറയില്ല. ഈ നാട്ടിൽ ഒരു സമൂഹം അനുഭവിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും എടുത്തു കളഞ്ഞു. എന്നിട്ട് തമ്മിൽ തെറ്റിക്കണ പണിയാണ്. ആർക്കും വന്ന് എന്ത് വർഗീയ വിഷയം വിളിച്ചു പറയാം. പണ്ട് ഒരു ഗുഹ്യരോഗം പോലെയായിരുന്നു. അതുള്ളവൻ ആരോടും പറയില്ല. അതുപോലെയായിരുന്നു അന്നൊക്കെ വർഗീയത. പറയാൻ പേടിയാ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നവൻ ആരാണ്? ഓനാണ് നേതാവ്. ഞാൻ തന്നെ ടെലിവിഷൻ ചാനലിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഓരോരോ സാധനങ്ങൾക്ക് ഒന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ എന്തിനാ നല്ല ഊക്കിൽ വർഗീയത പറയാൻ പറ്റുമോ കിട്ടുമെന്നാണ് ഒരു നോക്കണേ. അപ്പോഴാണ് അടിപിടി ഉണ്ടാവുള്ളൂ. അങ്ങനെ അടിപിടി ഉണ്ടാകുമ്പോഴാണ് കേൾക്കാൻ ആളുണ്ടാകുക. ഓരോരോ സാധനങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി എന്താ പറയണ. ഒരു ദിവസം പറയാൻ ആൾ മനോരമയിലെ തന്നെ ഞാൻ പങ്കെടുത്ത കോട്ടുണ്ട്. ഈ നാട്ടിലെ OBC സമുദായങ്ങൾ, അതായത് സംവരണം കിട്ടുന്ന സമുദായങ്ങൾ, തീയന്മാർ, ഈഴവർ, മുസ്ലിങ്ങളാദി ആളുകൾ, OBC സംവരണത്തിൻ്റെ 40% മുസ്ലിങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അപ്പം ചർച്ച പറയാം. അപ്പോൾ അടുത്തേക്ക് അവതാരകൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ജേർണലിസം പാസ്സായി പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസത്തിലുള്ളവരല്ല നിങ്ങൾ. അതെ, ഇവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയണമല്ലേ? ഈ OBC സംവരണത്തിലെ 40% മുസ്ലിം കൊണ്ടുപോകുന്നതെന്ന് അവൻ പറഞ്ഞാൽ അത് ഇന്നെ വിളിക്കല മറുപടി പറയാൻ. മറുപടി കൊടുക്കാൻ അവതാരകനായ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? താങ്കൾക്ക് അറിയില്ല ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്? 40% സംവരണം മുസ്ലിം അടിച്ചുകൊണ്ടുണ്ട്. 12% മുസ്ലിങ്ങൾക്ക് അനുവദിച്ചത്. അതിൽ തന്നെ കിട്ടുന്നത് ഒരു 7% ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണക്കുണ്ട്. എന്നിട്ട് ഈ പച്ച കളവ് BJP-ക്കാരൻ പറയുമ്പോൾ താൻ മാസം കണ്ടായിട്ട് നോക്കിക്കാണോളൂ. എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല. കാരണം ഇതിനുള്ളിൽ മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞത് ഞാനതും പറഞ്ഞ് ഇറങ്ങേണ്ടി പോയി. കാരണം ഇവരുമായി തട്ടിക്കയറാൻ പോലും ഇവർക്ക് പേടിയാണ്. മനസ്സിലാക്കണം. ഞാൻ ഇത് പറയാനുള്ള കാരണം, എല്ലാ മേഖലയിലും അവകാശം എടുത്തു കളഞ്ഞു. നോക്കൂ, ഇനി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടോ? ഒന്ന് നിങ്ങൾ പറഞ്ഞേരി. ഇനി വർദ്ധിപ്പിക്കാൻ എന്താ ഉള്ളത്? നിങ്ങൾക്കറിയോ, KSEB സമയത്തിന് ബില്ലടച്ചില്ലെങ്കിൽ നമുക്ക് ഫൈന് വരും അല്ലേ? ശരി, ഫൈൻ അടച്ചിട്ടെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ശമ്പളം ഗൾഫിലാണ് അല്ലെങ്കിൽ മറ്റു സ്ഥലത്താണ് വരട്ടെ, നമുക്കതിനുള്ള ചില ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്ന് 30-ാം തീയതിയാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നതെങ്കിൽ 27-ാം തീയതി വിളി വരും അല്ലേ? ആ വിളി വിളി ബ്ലേഡ് കമ്പനിക്കാർ ഇങ്ങനെ വിളിക്കില്ല. നമ്മളൊരു മോട്ടോർ സൈക്കിളിലൊക്കെ ഓണൊക്കെ എടുത്ത് തെറ്റിയാൽ അടവ് തെറ്റിയ വിളിയുണ്ടല്ലോ. എന്താ ബില്ലടിക്കാത്തത് എന്നാണ് ഇപ്പോൾ വീസ് വരും. ഭീഷണിയാണ്. ബ്ലേഡ് കമ്പനിക്കാരുടെ സ്വഭാവത്തിലാണ് KSEB. ചെറിയ ഗോതമ്പ് ബില്ലൊക്കെ നടത്തുന്ന ആൾക്കാർ ഈ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ വർക്കുണ്ടോ അപ്പോഴാണ് വന്ന് വീസ് ഒരുക്കൊണ്ടുവരിക. ഒരു കൊള്ളസം കയറ്റം മതി. എത്ര വട്ട? 5 വട്ട കരണ്ട് കൂലി കൂട്ടി. ഇനി എന്തിനാ കൂട്ടാൻ ബാക്കിയുള്ളത്? ഒന്നും ബാക്കിയില്ല. OP ടിക്കറ്റിൻ്റെ പൈസ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല വേറെ വല്ലതും ഞാനത് പറയുന്നില്ല. ആരാ ഈ OP ടിക്കറ്റിന് മെഡിക്കൽ കോളേജിലൊക്കെ ക്യൂ നിൽക്കണേ? PKC അമ്മത് പോയി ആ ക്യൂവിലുണ്ടാവുക. ഇവിടുത്തെ മുതലാളിമാരുണ്ടാവുക. ഓൾക്കൊക്കെ പോകാൻ വലിയ ഹോസ്പിറ്റലുണ്ട്. ഈ പാവപ്പെട്ട കൈവണ്ടി വലിക്കണവനും ഉന്തുവണ്ടി തള്ളി കൊണ്ടുപോകാനും
തേങ്ങ പൊളിക്കാൻ പോണവനും തേങ്ങ വലിക്കുന്നവനും ഓനൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ പോണത്. ഓൻ്റെ അടുത്ത് നിന്ന് വാങ്ങണ പൈസ അത് ഇരട്ടിയാക്കി. 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾ ആ പെർമിറ്റ് പുതുക്കണമെങ്കിൽ വെറും 800 രൂപയിൽ താഴെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്ര നിങ്ങൾ അതിൻ്റെ പൈസ? 15 കൊല്ലം കഴിഞ്ഞ ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ കാറും ഒക്കെ പെർമിറ്റ് പുതുക്കണമെന്നുണ്ടെങ്കിൽ 17,000 റുപ്യയാണ്. നിങ്ങൾക്കറിയാം, ഈ പാവപ്പെട്ട കുറേ ആളുകൾ ഇതിലുണ്ടാവും. ഇന്നത്തെ കാലത്ത് നമ്മളൊരു സ്വപ്ന, ഒരു സ്വന്തം ഒരു കൽപ്പണിക്കാരന് ഒരു കാറ് വാങ്ങാൻ ഓൻ ആഗ്രഹിക്കും. ചെറിയ പൈസ കൊടുത്താൽ 10-12 റുപ്യ എടുത്താൽ പഴയ 800 ആൾട്ടോ തുടങ്ങിയ കാർ കിട്ടും. ഓൻ്റെ ഒരു പുതിയ ഇത്രോ കാലത്തെ സ്വപ്നമാണ്. ഓൻ്റെ അച്ഛനും അമ്മനെയും കൊണ്ടുപോയി ഒന്ന് അമ്പലത്തിൽ തൊഴാൻ കൊണ്ടുപോവുക, ആശുപത്രി കൊണ്ടുപോവുക, ഡയാലിസിസിന് കൊണ്ടുപോവുക, കല്യാണത്തിന് പോവുക, അല്ലെങ്കിൽ സിനിമക്ക് പോവുക. അവൻ്റെ ഒരു കൊച്ചു സന്തോഷമാണ്. അപ്പോൾ ഓൻ്റെ കയ്യിലുള്ള പൈസക്ക് വാങ്ങാൻ 15 കൊല്ലം കഴിഞ്ഞ വാഹനക്കാണെങ്കിൽ ചെറിയ പൈസക്ക് കിട്ടും. അങ്ങനെ പോയി ആ സാധുക്കൾ വാങ്ങുന്നതാണ്. അതിൻ്റെ പെർമിറ്റ് പുതുക്കാനാണ് എന്താക്കിയത്? 800 രൂപയുള്ള എടുത്തിട്ട് എത്ര ആക്കിയത്? 17,000 2 ആൾട്ടോ കാറ് വാങ്ങാം. നിങ്ങൾ മനസ്സിലാക്കണം. അത് പിന്നെ ഒരു ചർച്ച കണ്ടിട്ട് എന്നെ ഒരു സ്ത്രീ വിളിച്ചു. തൃശ്ശൂരിലെ കല്ലേറ്റുംകര എന്ന സ്ഥലത്ത് വിളിച്ച് സ്ത്രീ ചോദിക്കുന്നത്, നിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയല്ലേ? ഞാനതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കണ്ട ഔലോസ് പൊടി, പൂരമ്പറത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീടുകളിൽ വെച്ച് പലതുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയും കൊടുത്തയച്ചു അങ്ങനെയൊക്കെയുള്ള ജീവിക്കണം, അച്ചാറുണ്ടാക്കി, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അവരൊക്കെ പാടെ കൊടുത്ത് ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ചെറിയൊരു കൂട് കൊണ്ട് ഒരു ഓട്ടോറിക്ഷ അങ്ങനെ എന്തൊക്കെ വാങ്ങും. എന്നിട്ട് ഓല് മമ്മീസ് ഉള്ളിവട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് ഇടും. കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പേരിട്ടിട്ട് ആ പേര് ആ വണ്ടീൻ്റെ മുകളിൽ നീരക്കും. അതിന് പിന്നെ സ്ക്വയർ ഫീറ്റിന് 10 പൈസയാണ് മുമ്പുണ്ടായിരുന്നത്. മനസ്സിലാക്കണം. ഒരു 500 റുപ്യൻ്റെ താഴെ ഒരു എക്സ്ട്രാ ഒരു കൊല്ലത്തിൽ അടക്കേണ്ടി വരും. ഇന്നിപ്പോൾ എത്ര പൈസ നിങ്ങൾ? ഇന്ന് സ്ക്വയർ സെൻറ്റിമീറ്ററിന് 40 രൂപ ആക്കിയത്. സ്ക്വയർ മീറ്ററിന് ഈ 10 പൈസയുള്ള സാധനം സ്ക്വയർ സെൻറ്റിമീറ്ററിന് എടുത്തിട്ട് എത്രയാണ്? 40 രൂപ. ഒരു ഓട്ടോറിക്ഷൻ്റെ പുറത്ത് അപ്പോറും ഒരു ബ്രാൻഡിൻ്റെ പേര് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 40,000-50,000 റുപ്യാവും. ഇതാർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടിയാ. മനസ്സിലാക്കണം. ഞാൻ ഈ ചർച്ചയിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഈ കല്ലേറ്റുംകരയിലെ ഒരു ത്രേസ്യാമ്മ എന്നെ വിളിക്കുന്നത്. അത് ത്രേസി ഔലോസ് പൊടി നല്ല സാധനം ഉണ്ടാക്കി. ഇങ്ങനെ ഓട്ടോറിക്ഷ വാങ്ങി മോനെ ഞാൻ ചെന്നപ്പോഴാണ് എന്നെ വണ്ടി കയ്യാട്ടി. അപ്പോഴാണ് 40,000 റുപ്യാണ്. ഞാൻ വേറെ 500 റുപ്യക്ക് എല്ലാ കൊല്ലം പുതുക്കി പോകുന്ന സാധനമാണ്. 40,000 റുപ്യക്ക് എനിക്ക് 10-12 ഓട്ടോറിക്ഷ വാങ്ങാം. പിണറായി വിജയന് പോയിട്ട് ഇത് എന്തിനാണ് ഞാൻ കൊടുക്കേണ്ട ആവശ്യം? അപ്പോൾ ഇൻ്റെ കഥ അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളമാരിലെ ത്രേസ്യക്കുട്ടികൾ ഒരുപാട് നാട്ടിലുണ്ട്. എല്ലാവരും ഹലാക്കിലായിരുന്നത്. എല്ലാ മേഖലയും ഇനി നിങ്ങളടുത്തുനിന്ന് പിടിക്കാൻ ഒന്നും ബാക്കിയില്ല. കൂട്ടാവുന്നതൊക്കെ കൂട്ടിക്കഴിഞ്ഞു. നിങ്ങളടുത്തുനിന്നൊക്കെ കൈയിട്ട് വാരിട്ട് തീരാത്തതിന് ആണ് എവിടേക്ക് പോയത്? അയ്യപ്പൻ്റെ സ്വർണം പോയി തിരുവാഭരണം എടുത്ത് കൊണ്ടുപോയത്. ആലോചിക്കണമല്ലോ. ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ മനസ്സിലാക്കണേ? വല്ലാത്തൊരു വികാരമാണ് കേരളത്തിലെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ ഹിന്ദുവും ഇന്ത്യയിലെ ഹിന്ദുവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ചിന്തകളോടൊന്നും കേരളത്തിലെ ഹിന്ദുവിന് താല്പര്യമില്ല. കേരളത്തിലെ ഹിന്ദു അയ്യപ്പൻ്റെ വികാരത്തിലാണ്, അയ്യപ്പനെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ സ്ത്രീകൾക്കും കയറാവുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി അതിനെ സ്വാഗതം ചെയ്തു. ഒരു സ്ത്രീ ആയതുകൊണ്ട് നിഷേധിക്കരുത് എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അവകാശങ്ങളാണുള്ളതൊക്കെ. അതൊരു സ്ത്രീക്ക് നിഷേധിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണെന്നുള്ള സുപ്രീം കോടതി. അല്ലാതെ സ്ത്രീകൾ അവിടെ കയറ്റണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. കയറണം എന്നൊരു സ്ത്രീ തോന്നിയാൽ അവളെ അതിൽ നിന്ന് വിലക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നതാ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായും ഒരു ഇന്ത്യ എന്ന ദേശീയ വികാരത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ നടപടിയെ രാഹുൽ ഗാന്ധി സ്വാഗതം ചെയ്തു. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു, രാഹുൽ ഗാന്ധി നിങ്ങളെക്കാൾ വലുത് ഞങ്ങൾക്ക് അയ്യപ്പനാണ്. രാഹുൽ ഗാന്ധിയെ തിരുത്തി കോൺഗ്രസ്. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ വലുതാണ് എന്ത്? അയ്യപ്പൻ. മലയാളിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആ അയ്യപ്പൻ്റെ അടുത്ത് ആരാ പോലെ?
എങ്ങനെയാണ് പോലെ ഒരു ഹിന്ദു കുടുംബത്തിന് നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കണ്ട. അച്ഛൻ പോകാറുണ്ട്, അച്ഛന് ഇരുമുടിക്കെട്ടി കെട്ടിക്കൊടുക്കാൻ അമ്മ ഉണ്ടാവും, അമ്മ കൂടെ പോകാറില്ല. ചെറുപ്പത്തിൽ എന്നെ കൊണ്ടേയിരുന്നു, എനിക്ക് പ്രായപൂർത്തിയായതോടുകൂടി പിന്നെ എന്നെ കൊണ്ടായില്ല, എൻ്റെ ഏട്ടനെ കൊണ്ടേയിരുന്നു. ആമേരി എൻ്റെ വല്യമ്മ പിന്നെ വലിയമ്മ അച്ഛനോടൊപ്പം പോയിരുന്നു. ഇതൊക്കെ ഒരു ഹിന്ദു കുടുംബത്തിനുള്ളിൽ അറിയാം ആരാണ് പോകേണ്ടത്, ആരെക്കായിരുന്നു പോരുന്നത്. ഓർക്ക് ആചാരം ആരും ഭവിച്ചെടുക്കണ്ട. അതുകൊണ്ടാണ് അത് രൂക്ഷമായത്. ഇന്നിപ്പം ഇത് സംരക്ഷിക്കാൻ ആരെയാണോ നമ്മൾ ഏൽപ്പിച്ചത് ആളാണ് അടിച്ചു മാറ്റിയത്. ചെറിയ കാര്യമൊക്കെ മുൻ MLA-ക്കാണ് ജയിലിൽ കിടക്കുന്നത്, ദേവസ്വം ബോർഡ് ചെയർമാൻ ജയിലില്ല. എന്നിട്ട് അതൊക്കെ മറക്കാൻ വേണ്ടി പല പെണ്ണ് കേസും കുന്തമിട്ട് അതാണ് ചർച്ച ചെയ്യും. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്നെ വിളിച്ചു, സാറേ ഒന്ന് ഇരുന്നോടെ ഇന്ന് എന്താ വിഷയം, മറ്റേ ബലാത്സംഗ കേസ് എന്താണ്, വേറെ പണിയിലൂടെ അനുഭവിച്ചേ, കുറേ ദിവസം എഴുതിയിട്ട് കുത്തിരിക്കുന്നു. നാട്ടിൽ അയ്യപ്പൻ്റെ സാധനം കാണില്ല, മാതാ കാണില്ല, തങ്കപ്പാളി കാണില്ല, വാതിൽപ്പുളി കാണില്ല. ഇത് ചർച്ച ചെയ്യാനും പാടില്ല. അതിനും വേണ്ടി ഇമ്മാരി ഓരോരോ ആളുകളെ ഓരോരോ വിഷയം. ഇന്ത്യ രാജ്യത്തിലെ നിയമം കൊടുക്കുന്ന ചില ആനുകൂല്യമുണ്ട്, ഞങ്ങൾ അതിനൊക്കെ എതിരാട്ടോ. ഷഹനാസ് എന്താ പറയുക എനിക്കറിഞ്ഞു. ഞങ്ങൾ ഈ കുടുംബം വ്യവസ്ഥിതി വിശ്വാസം നടത്താൻ ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചാൽ പിടുത്തം പെടുന്നുള്ളിടത്ത് നമ്മളെ ഉസ്താദുമാരും നമ്മളെ കാരണന്മാരും നമ്മളെ പഠിപ്പിച്ചതാണ്. പണ്ട് കാലത്ത് ഒരു ലോഡ്ജിൽ ഒരു കാമുകിനെ കൂട്ടി പോയി ഒരു ലോഡ്ജിൽ റൂം എടുക്കാൻ നമുക്ക് പേടിയായിരുന്നു. കാരണം പോലീസ് വന്ന് പിടിക്കുന്നുള്ള പേടി. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല, കാരണം ഇന്ന് അത് കുറ്റമല്ലാതാക്കിയിരിക്കും. ആര്? ഇവിടുത്തെ സംവിധാനങ്ങൾ. ഒരു പേടിയില്ല, ആർക്കും എവിടെയും പോവാം. കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് നരേന്ദ്രമോദി നിയമം ഉണ്ടാക്കിയിരിക്കുന്നു, ലിവിങ് ടുഗദർ. എത്ര കുട്ടികളും ഉണ്ടാക്കാം. എന്നാൽ കുട്ടികളെ ഉത്തരവാദിത്വം ഏൽക്കണ്ട, സ്വത്ത് കൊടുക്കണ്ട, അത് സ്റ്റേറ്റിൻ്റെ ബാധ്യത. ഞാൻ TG മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു പല്ലിന് ടൈറ്റുണ്ടാവും, വരച്ച് സംസാരിക്കണം. അയാൾ ഞാൻ അവിടെ കൂടുതൽ ജനൻ TV-യിലാണ് ചർച്ച. അപ്പോൾ പേഴ്സണൽ ലോ ബോർഡ് അല്ല, ഏക സിവിൽ കോഡാണ് ഇഷ്യൂ. അപ്പോൾ അയാൾ വരച്ച് അയാൾ പറയാം, ഇവിടെ ഷാഫി ജാലിയത്തിന് വേണമെങ്കിൽ 4 പെണ്ണ് കെട്ടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ വയസ്സുകാലത്ത് ആ കിളവത്തിയൊന്ന് മാറ്റി ഒരു ചെറുപ്പക്കാരിയെ കെട്ടാമെന്ന് ഞാനെങ്ങാനും ആഗ്രഹിച്ചാലോ ഞാൻ ജയിലിൽ പോകും. ഇവിടെ എൻ്റെ ആവശ്യം എന്താണ്? ഒന്നുകിൽ ഷാഫി ജാലിയത്തിനെ പോലെ 4 കെട്ടാനുള്ള അവകാശം എനിക്കും വേണം. ഇല്ലെങ്കിൽ ഞാൻ പെണ്ണ് കെട്ടിയാൽ ജയിലിൽ പോകുമെങ്കിൽ ഷാഫിയും ഒന്നിലധികം കെട്ടിയാൽ ജയിലിൽ പോകണം. എനിക്ക് അത്രയേ ഉള്ളൂ. അത് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ഏതായാലും ഈ വയസ്സുകാലത്ത് ഈ ആഗ്രഹം ഉണ്ടായത് ഏതായാലും നല്ല കാര്യം. എനിക്കുള്ള പ്രശ്നം എന്താ അറിയാം, എനിക്ക് 40, 50, 60 പെണ്ണുങ്ങളെ അടിമകളാക്കി കൈവശം വെച്ച ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങളതിൻ്റെ എണ്ണം ഒന്ന് 4 കുറച്ചുകൂടെ. ഇന്നാണ് പ്രവാചകൻ കല്യാണം പറയുകയാണെങ്കിൽ ഒന്നിൻ്റെ മേലെ കെട്ടിയല്ല, കെട്ടാൻ ചിന്തിച്ചോനെ ശിക്ഷിക്കും. ആ കാലഘട്ടം ഏതാ? 40, 50, 60 പെണ്ണുങ്ങളെ കൈവശം വെച്ച് ആനയെപ്പോലെ ഒരു മനുഷ്യൻ്റെ ഗരിമ തീരുമാനിക്കുന്നത് അയാൾക്ക് എത്ര അടിമ സ്ത്രീകളുണ്ടെന്ന് നോക്കിയിട്ടാണ്. ഇത്ര അടിമകളുടെ ഉടമ. ആ നിലക്ക് 100 പെണ്ണിനെ കൈവശം വെച്ചിരുന്ന ഒരു സംസ്കാരമുള്ളൊരു നാട്ടിലാണ് പ്രവാചകൻ എന്ത് ചെയ്ത് അതൊന്ന് അത്ര അത്യാവശ്യമെങ്കിൽ അതൊരു 4 ഒതുക്കിക്കൂടെ എന്നത് ആ കാലഘട്ടത്തിൽ വെത്തതാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ വിവാഹമോചനം അള്ളാഹു ഏറ്റവും വെറുക്കുന്ന സാധനമാണെന്നും കൂടി റസൂൽ എഴുതിച്ചു. കെട്ടുകയാണെങ്കിൽ തന്നെ അത് 4 കവിയരുത്. അതിൻ്റെ നിബന്ധനകളൊക്കെ ഒരുപാട് ഭാഗത്ത് പറഞ്ഞു. ഞാനൊക്കെ പറയാൻ കാരണം ഇപ്പം നമ്മളെ ഉപ്പാപ്പാരൊക്കെ 3, 4 പെണ്ണുകുട്ടികളാണ്. അവരൊക്കെ സ്ത്രീലമ്പടന്മാരായതുകൊണ്ടാണോ കിട്ടിയത് തോന്നുന്നുണ്ടോ? 1920, 21 കാലഘട്ടം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ. അന്നത്തെ പുരുഷന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു, അല്ലാത്തവരെ പിടിച്ചു കൊണ്ടുപോയി നാട് കടത്തി അണ്ടോമാർ നിക്കോബാർ ദ്വീപിൽ. എന്ത് സംഭവിച്ചു? ഭർത്താവ് ഉണ്ട് പക്ഷേ വിധവ, ഭർത്താവ് ഇല്ലാത്ത വിധവ. നാട്ടിലെ 70% പെണ്ണുങ്ങൾ 30% ആണായി മാറും. അതിൻ്റെ അർത്ഥം 40% പെണ്ണിന് ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കാണാൻ കഴിയാത്ത ഒരവസ്ഥ ആ കാലത്ത് വന്നു.
ആ സമയത്താണ് നമ്മൾ ഉസ്താദുമാർ പറഞ്ഞത്, ആരോഗ്യവും സമ്പത്തുമുള്ളവൻ 2-3 പെണ്ണുങ്ങൾക്ക് ജീവിതം കൊടുക്കണമെന്ന്. അങ്ങനെയാണ് നമ്മളെ പാപ്പാരൊക്കെ 3-4 കെട്ടിയത്. എല്ലാ സ്ത്രീലമ്പടന്മാരായിട്ട് കെട്ടിയതല്ല, ഓരോ കാലഘട്ടമുണ്ട്. അപ്പോൾ ടി ജി മോഹൻദാസന് ഞാൻ പറഞ്ഞു, എനിക്ക് കെട്ടുകയാണെങ്കിൽ അത് 4-ൽ കൂടാൻ പാടില്ല. പക്ഷേ നിങ്ങൾ നരേന്ദ്രമോദി ഉണ്ടാക്കി തന്ന ലിവിങ് ടുഗദർ എന്നൊരു ആശയമുണ്ട്. അത് പ്രകാരം 4ൻ്റെ മേലോട്ടേക്ക് വിടാം. ആവതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കല്യാണമൊന്നും കഴിക്കണ്ട. ഒരു 6 മാസം കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഗോപാലനാർക്ക് കൊടുക്കുക, ഇങ്ങോട്ട് വേറെ ഒന്നിനെടുക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അവിടെ നിങ്ങൾ ബേജാറാകണ്ട. ഞാൻ പറഞ്ഞു, ഈ രാജ്യത്തെ സുപ്രീം കോടതി പറഞ്ഞ ഒരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന കുഴപ്പമില്ല, ശാരീരികപരമായി ബന്ധപ്പെടണവും തെറ്റല്ല, കുട്ടികളുണ്ടാവണവും തെറ്റല്ല. അത്തരമൊരു കാലത്ത് പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും പ്രണയത്തിലാകുന്നു, പരസ്പര സമ്മതത്തോടു കൂടി ശാരീരികമായി ബന്ധപ്പെടുന്നു, അവർ തമ്മിൽ പിണങ്ങുന്നു. പിണങ്ങുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നമുക്കെന്ത് കാര്യം? ഈ സ്റ്റേറ്റിനെ അത് എന്തേ ബാധിക്കുന്നു? ഇനി ഓരോ തമ്മിൽ നാളെ നന്നായല്ലോ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ? അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളെ കൊണ്ട് നമ്മുടെ പരിസരം നിറയ്ക്കുക. അപ്പം എല്ലാവരോടും അറ്റൻഷൻ അതിൻ്റെ മുകളിൽ പോകും. മറ്റവനെ പിടിച്ചോ, ഇവരെപ്പോഴാണ് പിടിക്കുക, ഒരു ജാമ്യം കിട്ടുമോ? അതിൻ്റെ ഇടയിൽ ഇവിടെ സ്വർണം പാളിയും ഒക്കെ താഴോട്ട് പോവുകയാണ്. നിരവധി പ്രശ്നങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമ്മളെടുത്ത കടത്ര കാര്യങ്ങൾ 52,000 കോടി രൂപയാണ് നമ്മളെ കടം. ഏത് കേരള സംസ്ഥാനം നിലവിൽ വന്ന 57 തൊട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങിയാണ്. ആ കട ഒക്കെപാടെ കൂടിയിട്ട് 52,000 കോടിയാണ് നിൽക്കുന്നത്. ഇന്ന് ആ 52,000 കോടിയിൽ നിന്ന് 9 മാസം കൊണ്ട് 6.5 ലക്ഷം കോടിയായി മാറി. ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ എന്ത് പണയം വെക്കണ്ടേ? സർക്കാർ ലോൺ എടുക്കുമ്പോൾ ആരാ പണയം വെക്കുക? പ്രജകളായി നിങ്ങളാണ്. ഈ നാട്ടിലെ 3.5 കോടി മനുഷ്യന്മാരെ പണയം വെച്ചിട്ടാണ് എന്ത് വാങ്ങിയത്? അത്രയാണ്. ഇങ്ങോട്ട് എല്ലായിടത്തും നിന്ന് കൈയിട്ട് വാരിയിട്ട് പറയാണ് 400 രൂപ പെൻഷൻ തന്നില്ലേ, നക്കിക്കുക, നന്ദി ഉണ്ടായാൽ മതി. നമ്മൾ നേരെ നോക്കി പറയാം, എന്ത് 400 രൂപ? നമ്മളെ വലത്തെ ഈ കീശയിൽ നിന്ന് 50,000 എടുത്തുകൊണ്ടായിട്ടാണ് ഇപ്പോൾ 400 ഇട്ടിരുന്നത്. ഇതെന്ത് കാര്യമാണ്? മനസ്സിലാക്കണം. ഈ 400 ഉലുകൊണ്ട് നടക്കുന്ന കാര്യം എന്താണ്? ഒരു ഹോട്ടലിൽ കയറി ഒരു ഭാര്യയും ഭർത്താനും ഭക്ഷണം കഴിക്കാൻ പോലും ഈ 400 ഇന്നത്തെ കാലം കഴിയില്ല. മനസ്സിലാക്കണം. ഈ 400 എന്ത് വിലയുള്ളത്? 1 ലിറ്റർ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 26 രൂപ പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്ക് പോകണം. ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് അതില്ല. ഒരു ദിവസം 1 ലിറ്റർ പെട്രോൾ നമ്മൾ അടിക്കും. കാരണം നമുക്കൊരു സ്കൂട്ടറില്ലാത്ത ആളില്ലല്ലോ. ഞങ്ങളൊക്കെ റോട്ട് കൂടി ഇങ്ങനെ കാറിന് പോകുമ്പോൾ ഓരോ ഈ സംഘാടം എവിടെ എത്തിയെന്ന് നമുക്കറിയും. അപ്പോൾ റോട്ടുകളിൽ കൂടി ആരോട് ചോദിക്കും, ഈ സ്ഥലം ഏതാ ചോദിച്ചാൽ ക്യാനാ പറഞ്ഞു. നടന്നു പോകണമെന്നും മലയാളിയില്ല, ഒക്കെ ബംഗാളികളാണ്. മലയാളിൻ്റെ അതിലൊക്കെ സ്കൂട്ടറാണ്. 1 ലിറ്റർ പെട്രോൾ ഒരു ദിവസം അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 26 രൂപയാണ് നമ്മൾ ആർക്ക് കൊടുക്കണം? പിണറായി കൊടുക്കണം. 10 ദിവസം കൊണ്ട് എത്ര കൊടുക്കും? 260 രൂപ. ഒരു മാസം കൊണ്ട് 260 എത്രയായി? ഏകദേശം 800 താഴെ അല്ലേ? 800 ചില്ലാ റുപ്യ ഒരു മാസം പെട്രോളിന് മാത്രം ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് 400 രൂപ ഇങ്ങോട്ട് ഇരുന്നത്. പെട്രോളിൽ ബാക്കി ഒടുവിൽ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, വീട് വാടകം, വെള്ളക്കാരം ഒന്നും നോക്കില്ല. നിങ്ങൾക്ക് അത്യാവശ്യം തലയിൽ മൂളുണ്ട്, ചിന്തിച്ചൂടെ? ഇത് ഇത്ര ഉറുപ്പ്യ നമ്മളെടുത്ത് നിന്ന് പിടിച്ചു പറിച്ച് പോയിട്ട് നമുക്ക് തരണ എന്താണ്? ഇതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കിപ്പം നമ്മളെ പ്രിയ സുഹൃത്ത് ഇവിടെ മത്സരിക്കുന്ന നമ്മളെ നാസറും ഉസ്മാനൊന്നും വിജയിക്കൽ മാത്രമല്ല നമ്മൾ ആവശ്യം. അവർ വിജയിക്കുന്നതോടൊപ്പം അവരുടെ വിജയം കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഒരു പൊളിറ്റിക്കൽ മെസ്സേജ്. മിസ്റ്റർ പിണറായി വിജയൻ, അങ്ങേ ഗവൺമെൻറ്റിനെ ഞങ്ങൾ വെറുക്കുന്നു, വി ഹേറ്റ് LDF ഗവൺമെൻറ് എന്ന ഞങ്ങൾ അങ്ങേയറ്റം വെറുക്കുന്നു എന്നൊരു ശക്തമായ ഒരു സന്ദേശം ഈ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ വിജയിപ്പിക്കുന്നതോടൊപ്പം ഇങ്ങനൊരു സന്ദേശം കൊടുക്കാനാണ് ഞാനും ഇവരൊക്കെ രാഷ്ട്രീയോടെല്ലാം പറഞ്ഞത്. സത്യത്തിലെ നാസറിൻ്റെ, ഉസ്മാൻ ഷരീഫിൻ്റെ ഒക്കെ കഴിവുകളും എന്തൊക്കെയാണ്, അതൊക്കെ 2 വർത്താനം പറഞ്ഞ് പോകേണ്ട വിഷയത്തിലുള്ളൂ. പക്ഷേ ഈ പൊളിറ്റിക്സ് നമ്മൾ പറയാനുള്ള കാരണം ഇതൊരു നാട്ടിലെ യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മൂടി വെച്ചിട്ട് കുട്ടികളും മക്കളും ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ടെലിവിഷനെ മാറ്റി ദിവസവും പെണ്ണുകൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ ആരും കേൾക്കാതെ കുട്ടികളുണ്ട്.
പതുക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നൊരു ലോകത്താണ്. എങ്ങനെ വീട്ടിലൊരു ടി വി ഒക്കെ തുറന്ന് മക്കളെ കൂടുന്നത് നിങ്ങൾ കാണുക? എന്തൊക്കെയാണ് പറയുന്നത്? വെറുപ്പും വിദ്വേഷമില്ലാതെ ഒന്നുമില്ല. എൻ്റെ മോന് പന്ത് കളിക്കാൻ പോകുന്നു, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ഒരു ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ അതിലെ രക്ഷാകർത്താക്കളെ യോഗം വിളിച്ചു. സാധാരണ എൻ്റെ വൈഫാണ് പോയത്. ഇത്തവണ എനിക്ക് അവിടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ഞാനാണ് പോയത്. സത്ത് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ടൂർണമെൻ്റ്. അപ്പോൾ പേരൻസിനെ വിളിച്ച് ഇങ്ങൾക്കൊരു കയ്യേരാണ്ട്. ഞാൻ ചിന്ത നിങ്ങളെ മകൻ ഇന്നലെ ഒരു വല്ലാത്ത ഉത്തരം. ഞാൻ എന്ത് അത് ചെറുതല്ലേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്നോട് കുട്ടി ചോദിച്ചു, നീ മുസ്ലിമാണോ ഹിന്ദുവാണോ? അപ്പോൾ എന്ത് പറഞ്ഞു? ഫുട്ബോൾ കളിക്ക് എന്ത് ഹിന്ദു മുസ്ലിം? നിങ്ങളമ്മ തിരിച്ചു ചോദിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചോദിച്ചാൽ ഞാൻ മുസ്ലിമാണെന്ന് അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി. ഹിന്ദുവാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ട് എന്ത് പന്തളിയില്ല, ഇവിടെ എന്ത് ആൾക്കാർ ചോദിക്കേണ്ട കാര്യം. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളെ നിങ്ങൾ വളർത്തിയെടുക്കണം. പണ്ടത്തെ പോലെയല്ല, ഒരുമിച്ച് ഇരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു. പണ്ട് സർക്കാർ സ്കൂളിൽ നമ്മളൊക്കെ പഠിച്ചത് എല്ലാ ജാതിപ്പെട്ടവരവിടെ ഉണ്ടാവും. ഇന്ന് മുസ്ലിമിൻ്റെ മാനേജ്മെൻറ്റിലെ സ്ഥാപനത്തിൽ കുട്ടികളാണ് പോണ്. മറ്റേ സേവാഭാരിയായ വണ്ടി വന്നിട്ട് അത് ഈ വഴിക്ക് പോണു. ആൻ്റണി സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് വേറെ വണ്ടി വന്ന് ക്രിസ്ത്യാനിയായി ഇപ്പോൾ ഇറ്റങ്ങൾ തമ്മിൽ കാണില്ല, ഉൾക്കൊള്ളുന്നില്ല, പരിചയപ്പെടില്ല. പണ്ട് വായനശാല ഉണ്ട്, ക്ലബ്ബുണ്ട്, പാട്ട്, റിക്കാർഡ് ഡാൻസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക്. വായനശാല ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ പുസ്തകം വായനശാല പോയി എടുക്കാൻ മത്സരിക്കുക. ഞങ്ങളൊക്കെ എത്ര നോവൽ വായിക്കായിരുന്നു. നിങ്ങളെ കുട്ടികൾ വായിക്കണം, ആരെയും ഒരു നോവൽ വായിക്കണം. ഏതോ എൻ്റെ മകൾ ഒരു നോവൽ വായിച്ചു. സ്കൂളിൽ പാഠ്യപദ്ധതിയിൽപ്പെട്ട എന്തെങ്കിലും വായിക്കാമെന്നല്ലാതെ എന്തെങ്കിലും ഒരു നോവൽ വായിച്ചു എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സർഗാത്മകത ഉണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. പാട്ട് ഒന്ന് കേട്ടാൽ ഭ്രാന്ത് പിടിക്കുന്ന പാട്ടുകളല്ലേ, അട്ടഹാസങ്ങളല്ല, വേറെന്താണ്? കാലം തന്നെ മാറി വരിക. അപ്പോൾ നമ്മളെന്താ പറയിച്ച്, നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും ഇരിക്കാനുള്ള വേദികൾ നഷ്ടപ്പെട്ടു വരികയാണ്. അത് തിരിച്ചു പിടിക്കണം. ബാക്ക് ടു നേച്ചർ. നമ്മളിലെ പഴയ ആ സ്വത്വത്തിലേക്ക് പോകണം. നമ്മൾ ജീവിച്ച പോലെ നമ്മളെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും നമ്മളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. അതുകൊണ്ട് വെറുപ്പുള്ള വർത്തമാനം പറയുന്നവരെ സർക്കാർ കെട്ടയിച്ചു വിടുക. ഇന്നത്തെ ഏറ്റവും ലാഭകരമായ വ്യവസായ താരങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വർഗീയത വരയിലാണ്. അതിന് സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഈ കേരളത്തിലാണ്. എന്തും ആരെ പറയാം, പ്രവാചകനെ പറയാം, മറ്റവരെ പറയാം, ഇവരെ പറയാം, ആരെയും ഏതറ്റവും നിങ്ങൾ പോയി പറയാം. ഒരു പോലീസും നിങ്ങൾ പിടിക്കില്ല. തമിഴ്നാട്ടിൽ പോയി പറഞ്ഞാലോ തൂക്കിയെടുത്താണ്ട് കൊണ്ടുപോകും. കർണാടകയിൽ പറഞ്ഞാൽ അപ്പം തൂക്കിയെടുത്തുണ്ടോ. ഈ ഒരു വ്യവസായം മാത്രമേ ഇവിടെ സ്കോപ്പുള്ളൂ. അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ വളരെക്കാളും ജാഗ്രതയിലും സൂക്ഷ്മതയിലും വളർത്തുക. നമ്മളെ കൃത്യമായ രാഷ്ട്രീയപരമായ നമ്മുടെ മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുക്കുക. ഈ 2 സ്ഥാനാർത്ഥികൾക്കും ഏറ്റവും ഉയർന്ന വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.